ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഞാൻ കീർത്തി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും, പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളൊക്കെ ചെയ്യുന്നവരായിരിക്കും. എന്നാലും വീട്ടിലിരുന്ന് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, നല്ലപോലെ വൃത്തിക്ക് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ, അവർക്കൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇത് സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ ഉപയോഗിക്കാൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ട് മാത്രം വാങ്ങാതെയൊക്കെ വിട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി അത് കളയണ്ട. അതായത് മേടിക്കാൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് കൊളുത്ത് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത്, ഇത് കൊളുത്താണ് കേട്ടോ. അതായത് 4 പീസ് സെറ്റാണ്. നല്ല ലോക്കായിട്ട് നല്ല ഭംഗിയായിട്ട് ഇരുന്നോളും. ഇതിൽ തുന്നാനും സൂചി നൂലിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് ഒരു പ്ലെയറോ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവറോ പിന്നെ ഈ കൊളുത്തുമാണ് കേട്ടോ വേണ്ടത്. സ്കേർട്ടിനും യൂണിഫോമിനും അതുപോലെ തന്നെ പിനാഫോറ്, ട്രൗസേഴ്സ്, പാൻസ്, ജെൻസിൻ്റെ പാൻസ് ആണെങ്കിൽ പോലും നമുക്കിത് വൃത്തിയായിട്ട് അറ്റാച്ച് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ മെഷർമെൻ്റൊക്കെ എടുത്ത് പടിക്ക് വേണ്ടിയിട്ട് ക്യാൻവാസിലാണ് കേട്ടോ നമ്മൾ പടി ഇവിടെ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ 2 എൻഡും ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 2.5 ഇഞ്ചോളം വിട്ടിട്ട് ബാക്കി ഭാഗം ക്ലോസ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് കുട്ടീനെ ഒന്ന് ഇടിയിച്ച് നോക്കിയിട്ട് മോളുടെ വേസ്റ്റ് ഭാഗം വണ്ണം അളവെടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ ഈ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എത്രത്തോളം ടൈറ്റ് വേണം എന്നുള്ളത് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷമായിട്ട് നമ്മുടെ ഒരു പോർഷനിലാണ് അടിച്ച് മറിക്കുന്നത്, ഒരു പോർഷനിലായിട്ടാണ് മാത്രമാണ് ക്യാൻവാസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഉള്ളിൽ നമ്മൾ കൊളുത്ത് വരുന്ന ഭാഗത്ത് ആക്ച്വലി ക്യാൻവാസ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ കൊളുത്തിൻ്റെ അടിഭാഗത്തായിട്ട് ചെറിയൊരു പീസ് ക്യാൻവാസ് സ്ട്രിപ്പ് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആ കൊളുത്ത് ഒന്നുകൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും നാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ക്യാൻവാസ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ തുണിക്കും ഡാമേജ് വരത്തില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് മുകളിലൂടെ നമുക്ക് ആ കൊളുത്തുന്ന ഭാഗം ആദ്യം കടത്തി വിട്ടതിന് ശേഷം അതിൻ്റെ അടിയിലായിട്ട് നമുക്ക് ഈ ക്യാൻവാസ് സ്ട്രിപ്പ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമ്മുടെ ആ പ്ലേറ്റ് വെച്ച് ഈ ആണി പോലെ ഇരിക്കുന്ന വശമുണ്ടല്ലോ, നല്ല കൂർത്ത വശമാണ്, അതൊക്കെ താഴെ പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളുടെ കാലിലാണേലും കയറിയാൽ ഇച്ചിരി പാടായിരിക്കും കേട്ടോ. അപ്പം അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. സൂക്ഷിച്ച് ഒരു ഡബ്ബയിലൊക്കെ ഇട്ട് വയ്ക്കുക. 4 പീസ് സെറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതുപോലെ കൂർത്ത വശം ഇതിലേക്ക് ഉണ്ടാവും. ഇതുപോലെ നമ്മുടെ ക്യാൻവാസ് സ്ട്രിപ്പ് മുകളിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ ഒരു പീസ് അകത്തും ഒരു പീസ് മുകളിലുമായിട്ട് ഒരു സെറ്റ് മുകളിലുമായിട്ടാണല്ലോ വരേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ കൊളുത്ത്, അതായത് ഹുക്ക് ഭാഗം ഇങ്ങനെ താഴെ വന്നതിന് ശേഷം ഉണ്ടോ, താഴെ ഭാഗത്ത് വരുന്ന രീതിയിൽ, എന്നാൽ ഇപ്പോഴത്തെ ഭാഗത്തിൻ്റെ മുകളിലായിട്ടാണ് വരുന്നത്. അപ്പം അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ക്യാൻവാസിൻ്റെ അടിയിൽ വരും, നമ്മുടെ മെയിൻ ക്യാൻവാസിൻ്റെ അടിയിൽ വരും. അതും ഇതുപോലെ തന്നെ അകത്തേക്ക് കടത്തി വെച്ചതിന് ശേഷം ഉള്ളിലേക്കാക്കിയിട്ട് ഇത് അങ്ങോട്ട് പ്ലേറ്റും വെച്ചിട്ട് അങ്ങോട്ട് എന്താ പറയുന്നത്, ആ ആണി പോലുള്ള വശം മടക്കി വയ്ക്കുക. മടക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു കാരണവശാലും അത് വെളിയിൽ വരില്ല. ഹുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും കേട്ടോ. ഒരു കാരണവശാലും വെളിയിൽ വരില്ല, വൃത്തിക്കിരുന്നോളും. നമ്മുടെ ഹുക്ക് നൂല് പൊട്ടിപ്പോവുക അതുപോലത്തെ പരിപാടിയൊന്നുമില്ല. ഇതിൽ സൂചി നൂലിൻ്റെ ഒന്നും ആവശ്യമില്ല കണ്ടോ. ഇതുപോലെ വൃത്തിയായിട്ടിരുന്നോളും. അപ്പോൾ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പം ഇത് നമ്മുടെ സ്കേർട്ടിനൊക്കെ നല്ലൊരു ഫിനിഷിങ് തരുന്ന ഒരു ഐറ്റമാണ്. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഹുക്സ് വണ്ണത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കൂടെയൊക്കെ എക്സ്ട്രാ ഇട്ട് കൊടുക്കാം കേട്ടോ.